ഇത് സ്പാ സെന്റർ ആണ്, മസാജ് ആണ്, ക്രോസ് മസാജ് ആണ്. അപ്പം ഞാൻ പറഞ്ഞു അത് താല്പര്യമില്ല എന്ന് പറഞ്ഞു. ചേച്ചി ഒന്നുകൊണ്ടും പേടിക്കണ്ട, പ്രശ്നമൊന്നുമില്ല, വീട്ടിലൊന്നും അറിയില്ല, വീട്ടിലും അത് അറിയില്ല. ചേച്ചി ഇന്ന സ്ഥലത്താ വരുന്നതെന്ന് വീട്ടിലും അറിയില്ല. നിങ്ങൾ ഹാപ്പി എൻഡിങ് മാത്രം കൊടുത്താൽ മതി. ഇത് ഞാൻ അറിഞ്ഞ കാര്യം, നേരിട്ട് ഹാപ്പി എൻഡിങ് പറഞ്ഞ അവസാനത്തെ സന്തോഷം എന്നാണ്. ഒരു കോഫി ആയിരിക്കും, മസാജ് വളരെ മനോഹരം. അല്ല, അദ്ദേഹത്തിന്റെ മുഖഭാവം കണ്ടപ്പോ എനിക്ക് തോന്നി അടുത്ത ചോദ്യം അതായിരിക്കും. കേരളത്തില് അനധികൃതമായിട്ടുള്ള സ്പാ സെന്റേഴ്സ് പ്രവർത്തിക്കുന്നുണ്ടെന്ന് നിങ്ങൾ ശ്രദ്ധപ്പെട്ടിട്ടുണ്ടോ? പെട്ടിട്ടുണ്ട്. അത്തരം സാഹചര്യങ്ങളിൽ വിക്ടിം എക്സ്പ്ലോയിറ്റേഷനും അതുപോലെ ഹ്യൂമൻ ട്രാഫിക്കിങ്ങും ഒക്കെ നിലവിലെ നടന്നു പൊക്കൊണ്ടിരിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് തള്ളിക്കളയാൻ പറ്റുമോ? ഇല്ല, പറ്റില്ല. എന്തുകൊണ്ട് പറ്റുന്നില്ല? അപ്പൊ പറയുന്നത് അനധികൃതമായിട്ടുള്ള സ്ഥാപനങ്ങൾ പൂട്ടന്നെ ചെയ്യണം. ഇന്ത്യക്ക് പുറത്തുള്ള ആൾക്കാർ പോലും കള്ള ആധാറിൽ ഇത്തരം കേരളത്തിൽ മാത്രമേ ആളുകൾക്കുള്ള എന്തറിയോ സ്പാ എന്ന് പറയും. വേറെ എവിടെ ഇല്ലെന്ന്. എല്ലാ സ്പായും കുറ്റം പറയുന്നില്ല, പക്ഷെ ഇതിനിടയിലുള്ള കള്ള നാണയങ്ങളെ നിങ്ങളും തിരിച്ചറിയണം. കാരണം അതല്ല, കാരണം പരാതി കൊടുത്തിട്ട് പോലും പോലീസ് ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.